Praise the Lord. Hallelujah. Stotram, 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 stotram. Praise to Jesus. Hallelujah. 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 Glory to God. Jesus. Hallelujah. Hallelujah. യേശുവേ അങ്ങയ്ക്ക് സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ് ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഒരു അനുഗ്രഹമേറിയ ഒരു പ്രഭാതയാമം കൂടെ കണ്ടുണരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സഹായിച്ചുവല്ലോ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയരെ, ചില ദിവസങ്ങൾക്ക് ശേഷമായിട്ടൊരു പ്രഭാതത്തിലൊരു സന്ദേശം നൽകുവാൻ എന്തൊക്കെയാണ് കർത്താവ് ബലപ്പെടുത്തിയിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് റോസ് ഫാമിലിയുടെ എല്ലാ അഡ്മിന്മാർക്കും, അതുപോലെ തന്നെ റോസ് ഫാമിലിയിലായിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും കർത്തൃദാസിമാർക്കും സഹോദരന്മാർക്കും സഹോദരിമാർക്കും വേഗം വരുന്നവരായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവചനത്തെ അറിയിക്കുന്നു. പ്രിയരെ, നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചതുകൊണ്ട് ഇപ്രകാരം ഒരു സന്ദർഭം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം. ഇന്ന് പ്രഭാതം ഒരു അനുഗ്രഹമായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ஆண்டவரின் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே உங்களை அன்புடன் வரவேற்கிறேன், வாழ்த்துகிறேன். கர்த்தருக்குள் பிரியமானவர்களே, அவருடைய வருகை சிறிது நேரம் தாமதமாகி விட்டதினாலே இப்படிப்பட்ட ஒரு நல்ல சந்தர்ப்பத்தில் தேவன் நமக்கு கொடுத்திருக்கிறார் அல்லவா? தேவனை நமக்கு துதிக்கலாமா, ஆராதிக்கலாமா? கர்த்தர் நமக்கு கொடுத்த ஹல்லேலூயா இந்த மகா பாக்கியத்திற்காக தேவனுக்கு நன்றி செலுத்தலாமா? கர்த்தருடைய பிள்ளைகளே, அவர் நல்லவர், அவர் மகத்துவமுள்ள தேவன், அவர் அன்பு நிறைந்த தேவன், நம்மை ஹல்லேலூயா நேசிக்கிற தகப்பனாய் இருக்கிறார். ஹல்லேலூயா. கர்த்தருடைய பிள்ளைகளே, அவருடைய சமூகத்தில் வாருங்கள், ஒன்று சேர்ந்து தேவனை மகிமைப்படுத்துவோம், தேவனை ஆராதிப்போம், தொழுது கொள்வோம். கர்த்தர் நல்லவர். பிரைஸ் தி லார்ட். ஹல்லேலூயா. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഇന്ന് ഈ അല്പനിമിഷം ഒരു ചെറിയ സന്ദേശം തരുന്നതിന് മുമ്പായി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, ഈ പ്രഭാതയാമം ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കി തന്നതിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്ന രാജ. ഹല്ലേലൂയ. ലോകമെമ്പാടും കർത്താവിൻ്റെ പിറന്നനാൾ ആഘോഷിക്കുന്ന ഈ നല്ല സുദിനം കൂടിയാണല്ലോ കർത്താവേ. ഹല്ലേലൂയ. ഈ സമയത്ത് കർത്താവിനെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകി തന്ന സകല നന്മകൾക്കും ഹല്ലേലൂയ ഉപകാരങ്ങൾക്കും നന്ദി പറയുവാൻ തക്കോണം കർത്താവ് ഒരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് ഒരുക്കി തന്നതിനായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വചനത്തിന് ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ പൊന്നു പിതാവ് സ്വർഗത്തിൽ നിറങ്ങി വന്നു ഓരോ ഹൃദയങ്ങളോട് കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം അങ്ങയുടേത്. വചനത്തിന് ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ കർത്താവ് സംസാരിക്കണം. പ്രൈസ് ദി ലോർഡ്. മാനുഷിക ശബ്ദങ്ങൾ കേൾക്കുവാനല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം കർത്താവേ. ഇന്ന് പ്രഭാതം ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്നുവെന്ന് ഉണർന്നുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ പൊടിയോളം താഴ്ത്തി ഏൽപ്പിക്കുന്നു. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമ രക്ഷകൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, ക്രിസ്തുമസും പുതുവർഷവും എന്ന ഒരു ചെറിയ ഒരു സന്ദേശം, അതിലൂടെ നിന്ന് ചില കാര്യങ്ങളെ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ലോകമെമ്പാടും ഡിസംബർ മാസം വന്നാൽ തന്നെ ക്രിസ്തുവിൻ്റെ പിറന്നനാൾ അല്ലെങ്കിൽ പിറന്നാൾ ആഘോഷത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നക്ഷത്രങ്ങളെ കെട്ടിത്തൂക്കിയും, അതായത് പടക്കം പൊട്ടിച്ചും, പുതിയ ഡ്രസ്സുകൾ ധരിച്ചും, അതുപോലെ തന്നെ ഗിഫ്റ്റ് ബോക്സുകൾ കൈമാറിയും ഒക്കെ, സന്ദേശങ്ങൾ കൈമാറിയൊക്കെ ഇന്ന് അനേകരും യേശുവിൻ്റെ പിറന്നാൾ ആഘോഷത്തിലാണ് എന്നത് ഞാൻ ഈ സമയം ഓർക്കുകയാണ്. ദൈവമക്കളെ, അക്രൈസ്തവരും അവരുടെ വീടിന് മുമ്പിൽ സ്റ്റാറുകൾ കെട്ടിത്തൂക്കുന്നതൊരു പതിവാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശു ആരാണെന്നുള്ളത് അവർക്കറിയില്ല. അവരറിഞ്ഞുകൊണ്ടല്ല അവരങ്ങനെ ചെയ്യുന്നത്. എല്ലാവരുടെയും മുൻപിൽ, എല്ലാവരുടെയും വീടുകളുടെ മുൻപിൽ സ്റ്റാറുകൾ ഉള്ളതുപോലെ നമ്മൾ ഒരു സ്റ്റാർ ഇടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അതിൻ്റെ കാര്യം എന്നൊന്നും ചിലർക്കും അറിയില്ല എന്നത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ ഒരു പ്രാവശ്യം തൃശ്ശൂരിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ബസ്സിലായിരിക്കുമ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ചയുണ്ട്. ഒരു 2 നില വീടാണ്, അതായത് വലിയൊരു വീടാണ്. ആ വീടിൻ്റെ 4 ചുറ്റിലും, അതായത് 4 സൈഡിലും ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റാറുകൾ ഇട്ടിരിക്കുന്ന ഒരു കാഴ്ച എനിക്ക് ബസ്സിലിരുന്നുകൊണ്ട് കാണുവാൻ കഴിഞ്ഞു. വളരെ ഭംഗിയായിട്ട് തോന്നി. ദൈവമക്കളെ, അതിലെന്താണ് അടങ്ങിയിരിക്കുന്നതൊന്നും പലർക്കും അറിയില്ല എന്നതാണ് സത്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, അല്ലെങ്കിൽ യെശയ്യാ പ്രവാചകൻ പല വർഷങ്ങൾക്ക് മുന്നേ എഴുതി വച്ചിരിക്കുന്ന ഒരു സംഗതിയുണ്ട് ദൈവമക്കളെ. അതിങ്ങനെയാണ്:
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ നിത്യ പിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു എന്ന് വിളിക്കപ്പെടും എന്ന് പല വർഷങ്ങൾക്ക് മുന്നേ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, തമിഴ് ബൈബിൾ இப்படியாக சொல்லப்படுகிறது. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു ബാലകൻ പിറந்தார், നമുക്കൊരു കുമാരൻ കൊടുക്കപ്പെട്ടാർ, കർത്തൃത്വം അവർ തോളിന്മേൽ ഇരിക്കും, അവർ നാമം அதிசயமான. Praise the Lord. ஆலோசனை கர்த்தா, வல்லமையுள்ள தேவன், நித்திய பிதா, சமாதான பிரபு எனப்படும் என்று வேதம் சொல்லப்படுகிறது. കർത്താവിൽ പ്രിയരെ, ജനനം കൊണ്ട് പലവിധത്തിലുള്ള സ്ഥാനമാനങ്ങൾ കർഹനായത് നാസറനായ യേശു മാത്രമാണ്. ഹല്ലേലൂയ. ഇത്രമാത്രം സ്ഥാനമാനങ്ങളോടുകൂടിയ കർത്താവ് ജനിച്ചത് തന്നെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അതുപോലെ തന്നെ നമുക്കറിയാം യെശയ്യാപ്രവചനം 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കപ്പെടുമെന്ന്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നത് നമ്മോട് കൂടി ഇരിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ നോക്കണമേ. ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ്, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഴുതുന്നത്, തീത്തോസിന്റെ ലേഖനം എഴുതുമ്പോൾ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്നാണ് അവിടെ പറയുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് അന്വേഷിച്ചുകൊണ്ട് വിദ്വാൻമാർ യെരുശലേമിലെത്തി. അവർ എവിടെയാണ് ചെന്നത് നിങ്ങൾക്കറിയാമോ? അന്നത്തെ രാജാവായിരിക്കുന്ന ഹെരോദ രാജാവിന്റെ കൊട്ടാരത്തിലേക്കാണ് അവരെത്തിയത്, ഈ യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ കാണുവാനായിട്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ തേടുകയാണ് ഈ രാജകൊട്ടാരത്തിൽ വന്ന്. എന്നാൽ ഹെരോദാവ് എന്താണ് ചെയ്തത്? ശാസ്ത്രിമാരോടും വിദ്വാൻമാരോടും ഈ ഹെരോദാവ് പറയുകയാ, യഹൂദയിലെ ബേത്ലഹേം ഈ രാജാവിനെ നിങ്ങൾ കാണുന്നുവെങ്കിൽ എന്നോട് പറയണമെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ദൈവമക്കളെ, ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ഈ ഹെരോദാവ് ചോദിക്കുക. ഹല്ലേലൂയ. വിദ്വാൻമാരോടും ശാസ്ത്രിമാരോടും അവർ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് ദൈവമക്കളെ: യഹൂദ്യയിലെ ബേത്ലഹേമിൽ തന്നെ എന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യഹൂദ്യയിലെ ബേത്ലഹേമിൽ തന്നെ യേശു പിറക്കും എന്നത് വിശുദ്ധ വേദപുസ്തകം ഹല്ലേലൂയ എഴുതി വെച്ചിരിക്കുക. ഹല്ലേലൂയ. ദൈവമക്കളെ, അട്ടിടയന്മാർ യേശുവിനെ കണ്ടു, നമസ്കരിച്ചു. എന്നാൽ ഞാൻ നിങ്ങളോടൊരു വ്യക്തമായിട്ടൊരു കാര്യം പറയട്ടെ. ഇന്നൊക്കെ അനേകരും കള്ളുഷാപ്പിന്റെ മുൻപിലും മറ്റുമായി ഹല്ലേലൂയ ഈ സ്റ്റാറുകൾ അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ കെട്ടിത്തൂക്കിക്കൊണ്ട് യേശുവിനെ തിരയുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണുവാൻ കഴിയുന്നു. നോക്കണമേ ദൈവമക്കളെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജന്മം കൊണ്ട് തന്നെ മന്ത്രിയായി അഥവാ രാജാവായി പിറന്നവൻ നാസറനായ യേശു അല്ലാതെ മറ്റാരും ഇല്ല എന്നത് ഹല്ലേലൂയ നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ സവിസ്തരം പ്രസ്താവിക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത്രമാത്രം സ്ഥാനമാനങ്ങളും ഇത്രമാത്രം പദവിയുമുള്ള ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുമോ ദൈവമക്കളെ? ജനനം കൊണ്ട് രാജാവ്, ഹല്ലേലൂയ, ജനനം കൊണ്ട് രാജാവ് എന്ന് പറയുവാൻ നമ്മുടെ കർത്താവിനെ അല്ലാതെ പിന്നെ ആരെ നമുക്ക് പറയാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീസസ് ക്രൈസ്റ്റ് ഈസ് എ വണ്ടർഫുൾ കൗൺസിലർ. ഹല്ലേലൂയ. ദൈവമക്കളെ, തലമുറകളൊക്കെ മറഞ്ഞു കിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ തൻ്റെ വിശുദ്ധന്മാർക്ക് അത് വെളിപ്പെട്ടു വന്നിരിക്കുന്നു എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ദൈവപുത്രൻ എന്ന നിലയിൽ ഹല്ലേലൂയ 33.5 തിരുവയസ്സ് വരെയും ഹല്ലേലൂയ യെരുശലേമിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ സഞ്ചരിച്ച് മൂപ്പന്മാരുടെയും ശാസ്ത്രിമാരുടെയും പുരോഹിതന്മാരുടെയും കയ്യാൽ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങി. ആമേൻ. നിന്ദകൾ ഏറ്റുവാങ്ങി. ഹല്ലേലൂയ. ചാട്ടവാറ് കൊണ്ടുള്ള അടികൾ ഏറ്റുവാങ്ങി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്ന് വേണ്ട ദൈവമക്കളെ, അനവധി പീഡനങ്ങൾ സഹിച്ച് ഗോൽഗോത്തയുടെ ആ മലമുകളിലേക്ക് യേശു കയറിപ്പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ രണ്ട് കള്ളന്മാരുടെ മധ്യേ ഹല്ലേലൂയ പാവനും പരിശുദ്ധനുമായിരിക്കുന്ന ലോകരക്ഷിതാവിനെ ഹല്ലേലൂയ കാരിരും വാണികളാൽ തറയ്ക്കപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ശലോമൻ പറയുന്നത് ഇങ്ങനെയാണ്: അതിർത്തി വെക്കുന്ന സ്ഥലത്തേക്കും ഒതുങ്ങാത്തവനുമായി ഹല്ലേലൂയ ദൈവം അരുളി ചെയ്ത പ്രകാരം ഹല്ലേലൂയ റോമൻ ഗവൺമെന്റിന്റെ മുദ്രയെ ഹല്ലേലൂയ തകർത്തെറിഞ്ഞുകൊണ്ട് പാതാളത്തെയും മരണത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് വന്ന നാസറനായ യേശു ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് ജീവിക്കുന്ന ദൈവം
ദൈവവൈതലെ, നമ്മുടെ കർത്താവ് ജീവിക്കുന്നു, നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. ആ ദൈവത്തെ ഉയർത്തി കാണിക്കുവാനാ നിങ്ങളും ഞാനും ഒരുങ്ങേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കലായി ജനിച്ചു, ആമേൻ, ഹല്ലേലൂയ. ഒരിക്കലായി മരിച്ചു, ഒരിക്കലായി അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് വന്ന കർത്താവ് നാസറനായ യേശു. ആ കർത്താവിനെ ഇനി നമ്മുടെ കർത്താവ് വരാൻ പോകുന്ന രാജാതി രാജാവായിട്ടാണ്. ദൈവമക്കളെ നോക്കണമേ, ആ രാജാതി രാജാവായി വരാൻ പോകുന്ന കർത്താവ് ഒരു കുട്ടി യേശുവായിട്ട് കാണുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഹല്ലേലൂയ. ദൈവ പൈതലേ, ഹല്ലേലൂയ. ഒരു കുട്ടി യേശുവിനെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഒരു തൊട്ടിലിൽ കിടത്തിക്കൊണ്ട് താലാട്ട് പാടുന്ന ഒരു അവസ്ഥയല്ല നമ്മുടെ നാസറനായ യേശുവിനുള്ളത്. ഹല്ലേലൂയ. മാനവ ജാതിയുടെ പാപങ്ങളെ പോക്കുവാൻ, മാനവ ജാതിയെ പാപത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി മാത്രം സ്ത്രീയിൽ ജാതനായി നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ നോക്കണമേ ദൈവമക്കളെ, കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വന്നതിന് ശേഷമായി തൻ്റെ ശിഷ്യന്മാരോടൊപ്പമായി 40 ദിവസത്തോളം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് കർത്താവ്, ഹല്ലേലൂയ, അവരെ ഒലിവുമലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകാശ മേഘങ്ങളെ തണ്ടി അന്തർമന്ദിരത്തിലേക്ക് കർത്താവ് പ്രവേശിച്ചു എന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവമക്കളെ, വെള്ളവസ്ത്രധാരികളായി 2 പുരുഷന്മാർ ഇറങ്ങി വന്ന, ഹല്ലേലൂയ, ഗലീലയ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്താ? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ, കർത്താവ് പോയതുപോലെ തന്നെ വീണ്ടും വരുമെന്ന ഒരു നല്ല വാഗ്ദത്തം അവർ അരുളി ചെയ്യുകയാണ്. ജീവിക്കുന്ന ദൈവപൈതലേ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് രാജാതി രാജാവായി വരാൻ പോകുന്നു, രാജാതി രാജാവായി വരാൻ പോകുന്നു. ദൈവ പൈതലേ, നീ, ഹല്ലേലൂയ, രാജാവിനെ വരവേൽക്കുവാനാ ഒരുങ്ങേണ്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വർഷം തോറും കുട്ടി യേശുവിൻ്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് നമ്മൾ, ഹല്ലേലൂയ, ഇരിക്കുന്നവരായിട്ടല്ല. നമ്മുടെ രാജാവ്, ഹല്ലേലൂയ, നമ്മുടെ രാജാതി രാജാവ് കർത്താവ് വരാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ രാജാവിനെ വരവേൽക്കുവാൻ നമുക്ക് മണവാട്ടിയാകുന്ന നാം, സഭയാകുന്ന നാം, നമുക്ക് ചില ക്വാളിഫിക്കേഷൻസ് ഉണ്ട് ദൈവമക്കളെ. ചുമ്മാതെ ഒരു രാജാവിന് മണവാട്ടിയാകുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ, ഇവിടെ നൽകപ്പെട്ട വാഗ്ദത്തം, കർത്താവ് വരാൻ പോകുന്നു രാജാതി രാജാവായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് വരാൻ പോകുന്നു രാജാതി രാജാവായിട്ട്. ആ രാജാവിനെ വരവേൽക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാം പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇപ്പോൾ ഈ ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ ഞാൻ നിങ്ങളോട് 1-2 നിമിഷം ക്രിസ്മസിനെ കുറിച്ച് പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് ക്രിസ്തുമസ്? ഇന്നേക്ക് അനേകർക്കും ക്രിസ്മസ് എന്താണെന്ന് അറിയാതെയാണ് അവർ ആയിരിക്കുന്നത്. എല്ലാവരും കൊണ്ടാടുന്നു, നമ്മളും കൊണ്ടാടുന്നു. എല്ലാവരും സ്റ്റാർ വാങ്ങിക്കുന്നു, നമ്മളും സ്റ്റാർ വാങ്ങിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ വീടുകളും അലങ്കാരം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നതാണ് ഇന്നേക്ക് അനേകരുടെ ജീവിതത്തിൽ ഉള്ളത്. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ദൈവമക്കളെ, ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റസ് മസ്സേ എന്ന മൂലപദത്തിൽ നിന്നാണ് ഈ ക്രിസ്മസ് എന്ന വേർഡ് വന്നിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഇംഗ്ലീഷിൽ നാം പഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്തുവിൻ്റെ ആരാധന എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ക്രിസ്തുവിൻ്റെ ആരാധന എന്നാണ് ഈ ക്രിസ്മസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഡിസംബർ 25 അല്ല കർത്താവ് ജനിച്ചത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയട്ടെ. ഹല്ലേലൂയ. ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ക്രിസ്തുവിന്റെ ജന്മദിനത്തെ അനുസ്മരിക്കുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് ചിന്തിക്കാവുന്ന ഒന്നാണ്, ഹല്ലേലൂയ, ക്രിസ്തു ജനിച്ചില്ലായിരുന്നെങ്കിൽ നാം എല്ലാവരും പാപികളായി തീർന്നേനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തു ജനിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നാം എല്ലാം പാപത്തിന്റെ പടുകുഴിയിൽ പോയി നിന്നേനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ യേശു ക്രിസ്തു ജനിച്ചത് കൊണ്ട് ഇന്ന് നമുക്കെല്ലാവർക്കും ലോക മനുഷ്യർക്ക് ഇന്ന് സമാധാനമാണ്. യേശുവിൻ്റെ പിറപ്പിന്റെ അവസ്ഥ സമാധാനമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. ഇവിടെ നാം കാണുമ്പോൾ പ്രൈസ് ദി ലോർഡ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അതായത് യേശുവിൻ്റെ ജനനം കൊണ്ടൊരു പുത്തുണർവുണ്ടാകട്ടെ, ജീവിതത്തിലൊരു സമാധാനം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ജനിച്ചിരിക്കുന്നത് പറയുന്നത് തന്നെ ഒരു സമാധാനമാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ ജനനമേ ഒരു സമാധാനമാണ്. കാരണം എന്താ? യേശു സമാധാന പ്രഭുവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും യേശുവിൻ്റെ ജനനം സന്തോഷവും സമാധാനവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. യേശുവിൻ്റെ ജനന ശേഷം മാലാഖമാർ ഒരു പാട്ടുപാടി
ദൈവമക്കളെ എന്താണത്? ഹല്ലേലൂയ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്കോ സമാധാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. യേശു പിറക്കുമ്പോഴാ. ഇന്നേക്ക് അനേക ഹൃദയങ്ങളിൽ യേശു പിറന്നിട്ടില്ല. ദൈവമക്കളെ ഹല്ലേലൂയ. യേശു ഒരു ഹൃദയത്തിൽ പിറന്നു എങ്കിൽ മാത്രമേ അവൻ്റെ ജീവിതത്തിൽ മാറ്റം വരികയുള്ളൂ, അവൻ്റെ സ്വഭാവത്തിന് മാറ്റം വരികയുള്ളൂ, അവൻ്റെ സകല അവസ്ഥകൾക്കും മാറ്റം വരണമെങ്കിൽ യേശു അവനിൽ പിറക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് എന്നേക്ക് ആത്മാർത്ഥമായി പറയാൻ കഴിയും, എൻ്റെ യേശു എന്നിൽ പിറന്നിരിക്കുന്നു, എൻ്റെ യേശു പിറന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? എനിക്ക് അനേകരിലും യേശുവിൻ്റെ സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് യേശു പിറന്നു എന്ന് പറയാൻ പോലും അവർക്ക് മടിയാ. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഒരു പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുവാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. അത് ജീവിക്കുന്ന ദൈവത്തിലെ നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നേക്ക് ക്രൈസ്തവ ജനതയ്ക്ക് തങ്ങളുടെ പ്രാണപ്രിയന്റെ വരവ് സമീപമായിരിക്കുന്നു എന്നതാണ് ഓർക്കേണ്ടുന്നത്. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവത്തിലെ നമ്മുടെ കർത്താവിൻ്റെ നമുക്ക് വേണ്ടി ഒരു സ്ഥലത്തെ ഹല്ലേലൂയ അവിടെ നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജാവിൻ്റെ വരവിനായി നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം പ്രിയരെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതാണ് ഒരു വർഷം, ഒരു പുതിയ വർഷം കൂടെ കർത്താവിൻ്റെ അരികിലേക്ക് നാം ഒരുപടി കൂടെ അടുത്ത് വരികയാണ്. അതാണ് നമ്മൾ പുതുവർഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ദൈവമക്കളെ ഓർത്തുകൊള്ളണമേ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം 2004 ആണ്ടിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചാൽ ഹല്ലേലൂയ ദൈവമക്കളെ, രാക്ഷസ അല എന്ന തിരമാല ക്രിസ്മസിന്റെ പീരീഡിലാണ് വന്നത്. നിങ്ങൾക്കറിയാമോ, അനേക ജനലക്ഷങ്ങൾ മരണമടഞ്ഞില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നീട് എത്രയോ ജനങ്ങൾ, എത്രയോ പേർ മരിച്ചുപോയി. നമുക്കറിയാം, ഒരു രാക്ഷസ അല ക്രിസ്മസ് പീരീഡിലാണ് വന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഭൂകമ്പം, ചുഴലിക്കാറ്റ്, വെള്ളപ്പൊക്കം, അതുപോലെ സ്ഫോടനം, കലാപം എന്നിവയാൽ ഇന്നേക്ക് എത്രയോ പേർ മരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, അത് എന്തിനേറെ പറയണം, ഈ ലോകത്തിലേക്ക് ഒരു ചെറിയ കൊറോണ വൈറസ് വന്നപ്പോൾ ജനലക്ഷങ്ങൾ മരണമടഞ്ഞില്ലേ ദൈവമക്കളെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവജനമേ, ഇന്നും അന്നും നമ്മെ ദൈവം കാത്തു സൂക്ഷിച്ചു, നമ്മളെ പരിപാലിച്ചു. ആ ദൈവത്തിന് നന്ദി പറയുവാൻ നാം ഓരോരുത്തരും മറന്നു പോകരുത് ദൈവമക്കളെ. അത് കർത്താവിൻ്റെ ദയവാ, കർത്താവിൻ്റെ സ്നേഹമാ, കർത്താവ് നമ്മേൽ വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആഴമേറിയ സ്നേഹമാണത്. ഹല്ലേലൂയ. അല്ലാതെ നമ്മുടെ ആരുടെ പുണ്യപ്രവൃത്തികളോ നീതിപ്രവൃത്തികളോ ഒന്നും അല്ല ദൈവമക്കളെ. ആകയാൽ നാം ഓരോരുത്തരും അത് ചിന്തിക്കേണ്ട ആവശ്യമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, അലിവിനായി ദൈവം ഹല്ലേലൂയ നമ്മെ വഴുതിടാതെ ഹല്ലേലൂയ അവൻ്റെ ചിറകടിയിൽ ദൈവം നമ്മെ മറച്ചു എന്നതാണ് ഇന്ന പ്രഭാതത്തിൽ നാം ചിന്തിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവൈതലേ, ആയുസ്സിനെ അവൻ 4 വിരൽ നീളമാക്കി. എല്ലാം ദൈവത്തിൻ്റെ കരുണയും കൃപയും മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരുണയും കൃപയും മാത്രമാണ്. കഴിഞ്ഞ ഈ വർഷം 2020 ആണ്ട് കഴിയാൻ പോവുകയാണ് ദൈവമക്കളെ. നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്നാൽ ഈ ജനുവരി മുതൽ ഇതുവരെയും നാം ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നമുക്ക് ഹല്ലേലൂയ മരണതുല്യമായ എത്ര അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയുവാനുണ്ട്. രോഗങ്ങൾ നമ്മളെ പിടിച്ചില്ലേ? ഹല്ലേലൂയ. താളടിയാക്കുന്ന രോഗങ്ങളാൽ നാം ബാധിക്കപ്പെട്ടവരായിരുന്നില്ലേ? ഹല്ലേലൂയ. ആക്സിഡന്റുകൾ നമുക്ക് മേലെ കടന്നുപോയില്ലേ? ദൈവം നമ്മെ ഭദ്രമായി സൂക്ഷിച്ചുവല്ല ദൈവമക്കളെ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറയേണ്ടത് അത്യാവശ്യമാണ്. ഹല്ലേലൂയ. യേശു ജനിക്കാത്ത എത്രയോ ഹൃദയങ്ങൾ. പ്രൈസ് ദി ലോർഡ്. യേശു ജനിക്കാത്ത ഇന്നും എത്രയോ ഹൃദയങ്ങൾ കിടക്കുന്നു, എത്രയോ വ്യക്തി ജീവിതങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ജീവിക്കുന്ന ദൈവവൈതലേ, നിങ്ങളും ഞാനും എന്താണ് ചെയ്യേണ്ടത്? സദ്വർത്തമാനം, കർത്താവിൻ്റെ സദ്വർത്തമാനം എന്താണ്? യേശു രക്ഷകൻ ഹല്ലേലൂയ ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ പാപങ്ങളെ പോക്കുവാനാ, നമ്മളെ രക്ഷിക്കുവാനാ. ആ രക്ഷകൻ കടന്നു വന്നിരിക്കുന്നത് ഓരോ ഹൃദയങ്ങളോടും പറയണ്ടേ ദൈവമക്കളെ? നിങ്ങൾ അങ്ങനെ പറയുമെങ്കിൽ അതാണ് ക്രിസ്തുമസ്. അങ്ങനെ പറയാതെ നാം വീട് വെള്ളയടിച്ചും പുത്തൻ തുണികളെ ഉടുത്തും അതുപോലെ തന്നെ പടക്കം പൊട്ടിച്ചും ബലൂണുകൾ ഇട്ടും ഒന്നും നമുക്ക് ഹല്ലേലൂയ സന്തോഷിക്കുവാൻ വകയില്ല. ജനങ്ങളോട്, മറ്റുള്ളവരോട് എൻ്റെ യേശു ജനിച്ചിരിക്കുന്നത് നിന്റെയും എൻ്റെയും പാപത്തിന് പരിഹാരമായിട്ടാ. യേശു കർത്താവ് മരിച്ചത് നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയാ. യേശു കർത്താവിൻ്റെ രക്തം കൊടുത്ത് നമ്മളെ വില കൊടുത്ത് വാങ്ങിയിരിക്കുക. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഒരു സ്ഥലത്തെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? ഇതെവിടെ ക്രിസ്മസ് എന്താ വേണ്ടിയത്? ഹല്ലേലൂയ ദൈവമക്കളെ, ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ ഭാഗ്യമുള്ളവരാ.
ഹല്ലേലൂയ. ദിനംതോറും ഹല്ലേലൂയ. ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ ഒരു പ്രാവശ്യം അല്ല ക്രിസ്മസ് ഉണ്ടാകുന്നത്. അവൻ ദിനവും ക്രിസ്മസ്. കാരണം അവൻ്റെ ഹൃദയത്തിൽ യേശു ജനിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവവേദനെ മാനവജാതിയെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ യേശു കർത്താവ് ഭൂമിയിൽ വന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, യേശുവിൻ്റെ ജനനവും യേശുവിൻ്റെ മരണവും ഒരു ചരിത്ര സംഭവം തന്നെയാണ്. ഹല്ലേലൂയ. ജനനം കൊണ്ട് സംഭവം, ജനനം കൊണ്ട് ചരിത്രം, മരണം കൊണ്ട് ചരിത്രവുമുള്ള യേശു കർത്താവ് നസ്രനായ യേശു മാത്രമാണ്. ഭൂമിയിൽ അങ്ങനെ ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. യേശുവിൻ്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നു പ്രിയരെ. യേശു അവിടെ ഇല്ല. നമുക്ക് ഓർക്കണമേ, യേശു കർത്താവ് ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു കർത്താവ് ജീവനോടുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദുഃഖത്തോടെ, ഭാരത്തോടെ, പ്രയാസത്തോടെ, വേദനയോടെ ഇന്ന് പ്രഭാതത്തിൽ എന്നെ ആരെങ്കിലും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ. ഹല്ലേലൂയ. യേശു ജനിച്ചത് നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാ, മാനവജാതിയെ രക്ഷിക്കാൻ വേണ്ടിയാ. നിങ്ങളൊരു സമാധാനമില്ലാത്തൊരു വ്യക്തിയെങ്കിൽ ഹല്ലേലൂയ, നിശ്ചയമായും നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവത്തോട് നിങ്ങൾ ചോദിക്കുമോ, കർത്താവേ അങ്ങൻ്റെ ഹൃദയത്തിൽ പിറക്കണമേ എന്ന്. അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ എൻ്റെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും, എൻ്റെ ജീവിതത്തിന് മാറ്റമുണ്ടാകും. ഞാനോട് സമാധാനത്തിലാകും. ദൈവമേ, എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവത്തോട് നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയുമോ? ദൈവ പൈതലേ, യേശു കർത്താവ് സമാധാനത്തിന്റെ പ്രഭുവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ഹല്ലേലൂയ, ദൈവ പൈതലേ, ഹല്ലേലൂയ, ഈ പുതിയ വർഷം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പുതിയ തീരുമാനങ്ങൾ, പുതിയ പ്രതിഷ്ഠകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കടന്നകാല ജീവിതത്തെക്കാൾ അനുഗ്രഹമേറിയ ഒരു വർഷം ഹല്ലേലൂയ നമുക്ക് പുതിയ വർഷം ദൈവം ദാനമായി നൽകുമാറാകട്ടെ. ദൈവ പൈതലേ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നെ താഴ്ത്തിയേൽപ്പിക്കുമോ? കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നെ സമർപ്പിക്കുമോ? ഹല്ലേലൂയ. ജീവിതത്തിൽ കർത്താവ് നല്ല ദൈവമാണ്, ഇസ്രായേലിൻ്റെ ദൈവമാണ്. ഹല്ലേലൂയ, നമ്മുടെയും ദൈവമാണ്. ഹല്ലേലൂയ, ഇസ്രായേലിൻ്റെ ദൈവം നമ്മുടെയും ദൈവമാണ്. ആകയാൽ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ഈ ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ, ക്രിസ്മസ് മാത്രമല്ല, ഒരു പുതുവർഷം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പുതിയ വർഷം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എത്ര പേർ പുതിയ വർഷത്തിലേക്ക് കാലൂന്നുവാൻ, എത്ര പേർക്ക് പുതിയ വർഷമുണ്ട് എന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് മരിച്ചാൽ നാം ക്രിസ്തുവിനോട് കൂടെ, നാം ജീവിക്കുന്നുവെങ്കിൽ നാം ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നുവെങ്കിൽ നാം ക്രിസ്തുവിനായി ജീവിക്കണം. ഹല്ലേലൂയ. ദൈവ പൈതലേ, നമ്മുടെ കർത്താവ് ജീവിക്കുന്നു എന്നത് സാക്ഷ്യമായി പ്രസ്താവിക്കണ്ടേ? ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞിരിക്കുന്നു, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട് എല്ലാ നാളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്ന് വാഗ്ദത്തം ചെയ്ത ഒരു കർത്താവ് നമ്മുടെ കൂടെ ഇല്ലേ? ദൈവ പൈതലേ, ലോകത്തിൻ്റെ എല്ലാ വൻകരകളിലും, ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും പോയി പ്രൈസ് ദി ലോർഡ് യേശുവിനെ സാക്ഷീകരിക്കണം. അതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവ പൈതലേ, വീട്ടിനകത്ത് മാത്രം ഇരുന്ന് നമ്മൾ ബിരിയാണി കഴിച്ചോ, നമ്മൾ എന്തെങ്കിലും വയറു നിറയെ കഴിച്ച് നമ്മൾ സന്തോഷിക്കുന്നതല്ല നമുക്ക് ക്രിസ്മസ് എന്ന് പറയുന്നത്. നാസറനായ യേശു ഒരിക്കലായി ജനിച്ചു, ഒരിക്കലായി മരിച്ചു, ഒരിക്കലായി അടക്കപ്പെട്ടു, ഒരിക്കലായി ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ദൈവ പൈതലേ, യേശു കർത്താവ് രാജാവായി വരാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ രാജാവിനെ വരവേൽക്കുവാൻ നിങ്ങളും ഞാനും ഒരുങ്ങണ്ടേ? ഹല്ലേലൂയ. ദൈവ പൈതലേ, ഹല്ലേലൂയ, നമ്മൾ ഒരുങ്ങണ്ടേ? അതാണ് നാം ക്രിസ്മസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു കാര്യം ഞാൻ അവസാനിപ്പിക്കട്ടെ ദൈവമക്കളെ. ഞങ്ങൾ താമസിക്കുന്നത് തമിഴ്നാടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തമിഴ്നാട്ടിലൊക്കെ ഞങ്ങൾ സത്യത്തിൽ സ്റ്റാർ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ റോഡ് സൈഡ് ആയതുകൊണ്ട് എല്ലാ മനുഷ്യരും ഈ സ്റ്റാർ നോക്കും. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ കിടക്കുന്ന സ്റ്റാർ എന്നോളം നീളത്തിലുള്ള സ്റ്റാർ, അത്രയും വലിപ്പമുള്ള ഒരു സ്റ്റാറാണ്. പ്രൈസ് ദി ലോർഡ്. അതും സ്റ്റാർ വാൽനക്ഷത്രമാണ്. ദൈവമക്കളെ, അത് നമ്മൾ തൊടാൻ പറ്റും, അത്രയ്ക്കും വലുതാണത്. വലിയ നീളമുള്ള വലിയ സ്റ്റാറാണ്. എന്നാൽ ആ സ്റ്റാർ ഇട്ട് എല്ലാ സീരിയൽ ബൾബോടെ എല്ലാം ഇട്ട് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും റോഡെ വരുന്നവർ മുഴുവൻ ആൾക്കാർ നോക്കുക. കാരണം വിഗ്രഹങ്ങളെ കുമ്പിടുന്ന അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനത്തിൻ്റെ മധ്യത്തിലാണ് ഞങ്ങളൊക്കെ താമസിക്കുന്നത്. ദൈവമക്കളെ ഓർക്കണമേ, യേശുവിനെ അറിയാത്തൊരു കൂട്ടം ജനങ്ങളാണ് ഞങ്ങൾക്ക് ചുറ്റിലുമുള്ളത്. എന്നാൽ ഹല്ലേലൂയ, ആ ജനഹൃദയങ്ങൾ നമ്മളോട് ചോദിക്കും, ഇതെന്തിനു വേണ്ടിയാണ് ഇട്ടിരിക്കുന്നതെന്ന് ചോദിക്കും. ഓരോരുത്തരാ ചോദിക്കും, റോഡെ പോകുന്നവരെല്ലാം ചോദിക്കും. എന്നാൽ ഹല്ലേലൂയ, ദൈവമക്കളെ, അവരോട് യേശുവിനെ പറയുവാൻ, അവരോട് യേശു കർത്താവ് ആരാണെന്ന് പറയുവാൻ, ഹല്ലേലൂയ, ഇതൊരു വലിയ ഒരു സംരംഭമാണ് ഞങ്ങൾ സൃഷ്ടിക്കുന്നത്. ലാസ്റ്റ് ഇയറിൽ
ഞങ്ങൾ ഹല്ലേലൂയ ദൈവമക്കളെ ഏതാണ്ട് ഒരു 35-40 പേർക്കോളം ഞങ്ങളെ വീട്ടിൽ അവരെ തന്നെ, അതും ഹിന്ദുസ് മാത്രം, ക്രിസ്ത്യൻസിനെ അല്ല, ഹിന്ദുസിനെ മാത്രം നമ്മൾ അറിയുന്നതും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരെ വീട്ടിൽ ഇൻവൈറ്റ് ചെയ്ത് അവർ യേശുവിനെ പറ്റി പറയുവാൻ ഹല്ലേലൂയ അവർക്ക് ഞങ്ങൾ ഒരു നല്ല ട്രീറ്റൊക്കെ വെച്ച് അവരെ ഞങ്ങൾ ഹല്ലേലൂയ അതങ്ങനെ വെച്ചതിൻ്റെ കാരണം പ്രൈസ് ലോർഡ് ദൈവമക്കളെ യേശുവിനെ പറ്റി പറയുവാനായിട്ട് ഞങ്ങളൊരു നല്ല സംരംഭം ഒരുക്കിയിരുന്നു. ഇന്നേക്ക് എത്ര പേർക്ക് അങ്ങനെ ചെയ്യുവാൻ കഴിയുന്നു? ഈ നല്ല ക്രിസ്മസ് തിരുനാളിൽ ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ, അനേകരെ കൂട്ടിക്കൊണ്ട് വരണം. ദൈവത്തെ അറിയാത്ത അക്രൈസ്തവരായിട്ടുള്ള എല്ലാവരോടും സുവിശേഷം പറയണം. ഹല്ലേലൂയ എല്ലാവരോടും യേശുവിനെ പറ്റി പറയണം. യേശു കർത്താവ് ജനിച്ച ജനനത്തെക്കുറിച്ച് പറയണം. യേശു കർത്താവ് 33.5 വർഷം വരെ ഈ ഭൂമിയിൽ എങ്ങനെയായിരുന്നതിനെ കുറിച്ച് പറയണം. യേശു കർത്താവ് മരിച്ചതിനെ കുറിച്ച് പറയണം. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിനെ കുറിച്ച് പറയണം. യേശു കർത്താവ് വാഗ്ദത്തം നൽകിയതിനെ കുറിച്ച് പറയണം. യേശു കർത്താവ് നമുക്ക് വേണ്ടി ഒരു രാജ്യത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് പറയണം. ജീവിക്കുന്ന ദൈവവൈതലേ, നാം ഓരോരുത്തരും വിശുദ്ധിയോടും വേർപാടോടും കൂടി ജീവിക്കുന്ന ആ കാര്യം വരെയും അല്ലെങ്കിൽ ഒരു മണവാട്ടിയെന്ന സഭ എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചും ദൈവ പൈതലേ നിനക്ക് പറയുവാൻ കഴിയുമോ? ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ഇതാണ് സുവിശേഷം. ഹല്ലേലൂയ, ഇതാണ് സുവിശേഷം. കർത്താവിൻ്റെ രാജ്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നിനക്ക് പറയുവാൻ കഴിയുന്നില്ലെങ്കിൽ മകനെ, മകളെ, നീ ജീവിക്കുന്നുണ്ട് എന്ത് പ്രയോജനം? നീ ജീവിക്കുന്ന നിന്റെ ചുറ്റുപാടുള്ള ജനങ്ങളോട്, നിന്റെ സഹപാഠികളോട്, നിന്റെ സഹവാസികളോട്, അയൽക്കാരോട്, സമൂഹത്തോട് നിനക്ക് യേശുവിനെ കുറിച്ച് പറയുവാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിൻ്റെ സുവിശേഷമാണ് നിനക്കുള്ളത്? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ ഇന്ന പ്രഭാതത്തിൽ ദൈവമക്കളെ, ഒരു ക്രിസ്മസിന് പുറകിൽ ഒരു പുതിയ വർഷം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവ പൈതലേ, പുതിയ തീരുമാനങ്ങളും പ്രതിഷ്ഠകളും എടുത്ത് ഹല്ലേലൂയ ഈ പുതിയ വർഷത്തെ വരവേൽക്കുവാൻ സ്വർഗത്തിലെ വലിയ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടിയായി ദൈവമായ കർത്താവ് ഇന്ന പ്രഭാതത്തിൽ ഹല്ലേലൂയ എല്ലാവരെയും സകലരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു 1-2 നിമിഷങ്ങൾ കൂടെ ഞാൻ ചില കാര്യങ്ങളെ പറഞ്ഞുകൊള്ളട്ടെ. റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിലുള്ള എൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാ അഡ്മിന്മാർക്കും, അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിലായിരിക്കുന്ന സകല ദൈവദാസന്മാർക്കും ദാസിമാർക്കും, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർക്കും ഹല്ലേലൂയ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പുതിയ നാൾ, അല്ലെങ്കിൽ ഒരു പുതിയ, അതായത് ഈ വർഷത്തെ ക്രിസ്മസും അതുപോലെ തന്നെ വരാൻ പോകുന്ന നമുക്ക് പുതിയ വർഷവും നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ആശംസിക്കുകയാണ്. ഓരോ മിനിറ്റുകളും ദൈവമക്കളെ കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കാം. അരുമനാഥൻ്റെ വരവ് സമീപമായിരിക്കുന്നു. ആ വരവിനായി നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം. ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. എന്നോട് കൂടി ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നിങ്ങളായിരിക്കുന്നിടത്ത് ഹല്ലേലൂയ പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവ്, കേട്ട വചനം പ്രൈസ് ലോർഡ് ദൈവമേ എല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ജനിച്ച്, ഞങ്ങൾക്ക് വേണ്ടി മരിച്ച്, ഞങ്ങൾക്ക് വേണ്ടി അടക്കപ്പെട്ട്, ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ കർത്താവ്, രാജാവായി വരാൻ പോകുന്ന ഹല്ലേലൂയ കർത്താവിനെ വരവേൽക്കുവാൻ ഞങ്ങൾ എല്ലാവരും ഒരുങ്ങുവാൻ ദൈവം സഹായിക്കണം. ഈ വചനങ്ങൾ എല്ലാവരുടെ ഹൃദയത്തിൽ ആഴമായി പതിയട്ടെ. എല്ലാവർക്കും അനുഗ്രഹമായി മാറി എന്ന് വിശ്വസിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളെ സകലരെയും അനുഗ്രഹിച്ചാട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയരെ, ഹല്ലേലൂയ. സമാധാനമില്ലാത്തവരായി, സന്തോഷമില്ലാത്തവരായി എന്നെ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഈ ക്രിസ്മസ് തിരുനാളും പുതിയ വർഷവും അനുഗ്രഹമായി മാറട്ടെ. ജീവിക്കുന്ന ഒരു കർത്താവുണ്ട്, നസ്രനായ യേശു. കർത്താവ് നമുക്ക് സമാധാന പ്രഭുവാണ്. നാം വിളിച്ചാൽ ഹല്ലേലൂയ നമ്മുടെ നിലവിളിക്ക് മുമ്പിൽ കർത്താവ് മറുപടി തരുന്ന ദൈവമാണ്. നിങ്ങൾ ഏതെങ്കിലും ഭാരത്തോടെ, ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ വേദനയോടെ ആയിരിക്കുന്നുവോ, ഹല്ലേലൂയ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ അടുത്ത് വരിക. ദൈവമായ കർത്താവ് ഹല്ലേലൂയ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.